ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ശ്യാമ കമ്മിങ് സൂൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒടുവിൽ മകൾ അമ്മയുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. തന്റെ മുഖം മകൾക്ക് മുന്നിൽ കാണിച്ചില്ല എങ്കിലും സത്യങ്ങൾ രാധികയോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ശ്യാമയും രാധികയും ഒന്നിച്ചാണ് താമസം. ഇതുവരെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും ശ്യാമ തന്നെയാണ് രാധികയെ ചേർത്ത് നിർത്തിയതും. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് രാവിലെ കുളിച്ച് പൂജാമുറിയിലേക്ക് വന്നിരിക്കുകയാണ് ശ്യാമ. എന്നിട്ട് കണ്ണനോട് നന്ദി പറയുന്നുണ്ട്. ഇത്രയും കാലം ഞാൻ അടക്കി വെച്ച സ്നേഹവും വാത്സല്യവും എല്ലാം അവൾക്ക് കൊടുക്കണം. തുടർന്ന് രാധികയുടെ മുറിയിലേക്ക് ശ്യാമ വന്നു. രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണ്. സങ്കടങ്ങളൊക്കെ പറയുകയും രാധികയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട് ശ്യാമ. അങ്ങനെ ശ്യാമയുടെ സ്നേഹത്തിലും സംരക്ഷണയിലുമാണ് ഇപ്പോൾ രാധിക. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രാധികയെ ഓർത്ത് വേദനയിലാണ് വരുൺ. രാധിക ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല. അതിന്റെ ഒരു ടെൻഷനിലാണ് വരുൺ. സങ്കടങ്ങൾ പറയാൻ മുത്തശ്ശി മാത്രമാണുള്ളത്. തന്റെ സങ്കടങ്ങളെല്ലാം തന്നെ മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി വരുണിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും രാധികയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങുകയാണ്. രാവിലെ ആയപ്പോൾ ആ പർദ്ദയുടെ മുഖംമൂടി ധരിച്ച് തന്നെയായിരുന്നു ശ്യാമ ഉറങ്ങിയതും. രാവിലെ ആയപ്പോൾ ശ്യാമയുടെ പർദ്ദയുടെ മുഖംമൂടി മാറിക്കിടക്കുകയാണ്. ശ്യാമയുടെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. രാധിക ശ്യാമയെ കാണുമോ? വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.